ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഐസ്ക്രീം കോൺ വെച്ചിട്ടുള്ള കേക്കാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, പിന്നെ ഇതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാരയാണ്. അപ്പോൾ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല, അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ, പിന്നെ 3 കോഴിമുട്ട. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഒരു ബൗൾ എടുക്കുക, ഇതിന് മീതെ ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ അരിപ്പയിൽ തന്നെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഈ മിക്സിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി മറ്റൊരു ബൗൾ എടുക്കുക, ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ചും കൂടി ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ഇതും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ്, പൊടിക്കാത്തതായതുകൊണ്ട് 1/2 കപ്പാണ് ആഡ് ചെയ്യുന്നത്. പൊടിക്കാത്ത പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്യണം, നന്നായിട്ട് അലിഞ്ഞു വരുവോളം ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോഴും 1/4 കപ്പ് ഓയിലും അതുപോലെ 1/4 കപ്പ് 2 ടേബിൾ സ്പൂണും വെള്ളം ഒന്ന് ചൂടാക്കിയതാണ്. ഇനി ഈ എഗ് ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചൂടാക്കിയിട്ടുള്ള ഓയിലിൻ്റെയും വെള്ളത്തിൻ്റെയും മിക്സ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സുർക്കയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് ഒഴിച്ചിട്ട് 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ ഇതിനെ ഒരു നോൾട്ടൻ്റെ പാത്രത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതിനെ കുത്തി നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊന്നും ഈ സ്ക്യൂറിൽ തട്ടിയിട്ടില്ലെങ്കിൽ കേക്ക് നന്നായിട്ട് റെഡി ആയെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് ഇതിനെ സ്റ്റൗവിൽ നിന്ന് എടുക്കാം. ഇനി കേക്കിന് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇനി വിപ്പിംഗ് ക്രീമിനെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീമിൽ നമുക്ക് മധുരം അത്യാവശ്യത്തിനുണ്ടാവും, അപ്പം മധുരം നമ്മൾ ആഡ് ചെയ്യേണ്ടതില്ല. ഇപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീമിൽ നിന്നും കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മൾ മാറ്റി വെക്കണം. ഇതിലേക്ക് ഓറഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ജെൽ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ കേക്കിനെ നന്നായിട്ട് ലെയറാക്കി മുറിച്ചു എന്നിട്ട് ഇതിനെ ഒന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു ക്യാൻഡി കേക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഐസ്ക്രീം കോണിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കോണിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ റെഡിയാക്കിയ കേക്കിലൊക്കെ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ മുകളിലൊന്ന് ചെറുതായിട്ട് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാറിൻ്റെ നോസിൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഐസ്ക്രീം കോണിൻ്റെ ഉള്ളിലാണ് ഈ വിപ്പിംഗ് ക്രീമിനെ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിങ്കിൾസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ ഭാഗത്ത് ഈ വിപ്പിംഗ് ക്രീം പൊന്തി നിൽക്കുന്ന ഭാഗത്തൊന്നിട്ട് അലങ്കരിക്കാം. അപ്പോൾ നമ്മളുടെ ഐസ്ക്രീം കോൺ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്